ഉടനെ യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, ഞാൻ തന്നെ, നിങ്ങൾ ഭയപ്പെടേണ്ട. പെട്ടെന്ന് വീശുന്ന കൊടുങ്കാറ്റ് ഗലീല തടാകത്തിൽ സർവ്വസാധാരണമാണ്. യേശു തമ്പുരാൻ കടൽ തീരത്തും തൻ്റെ ശിഷ്യന്മാർ കടലിൻ്റെ നടുവിലുമെത്തിയപ്പോൾ കഠിനമായ കടൽക്ഷോഭവും കൊടുങ്കാറ്റും ഉണ്ടാകുന്നു. ഈ സന്ദർഭത്തിൽ സന്ധ്യാസമയത്ത് ശിഷ്യന്മാർ തനിച്ചായിരുന്നു. യേശുതമ്പുരാന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടുപോയ ശിഷ്യന്മാരുടെ ചെറിയ കൂട്ടം, ഒറ്റപ്പെട്ടുപോയ ഒരു അനുഭവം. ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ യേശുതമ്പുരാൻ കടലിന്മീതെ നടന്ന് തൻ്റെ ശിഷ്യന്മാരടുക്കിലേക്ക് വരുന്നു. പഴയ ഇസ്രായേൽ ചെങ്കടലിൽ കൂടി കടന്നുപോയതുപോലെയാണ് പുതിയ ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ കടലിന്മീതെ നടന്നത്. ദൈവം കടലിൽ ഒരു വഴി ഒരുക്കുകയാണ്. കർത്താവിനെ കണ്ട് ഭയപ്പെട്ട തൻ്റെ ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ, നിങ്ങൾ പേടിക്കേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞ് അവരെ നിർഭയരാക്കി. ഞാനാണ് എന്നത് ദൈവനാമമാണ്. ഈ ദൈവം മനുഷ്യരെ സഹായിക്കുന്നവനാണ്. ശിഷ്യന്മാർ യേശു തമ്പുരാനെ പടകിൽ കയറ്റുവാൻ ആഗ്രഹിക്കുന്നു. യേശു തമ്പുരാൻ പടകിൽ കയറിയപ്പോൾ തമ്പുരാന്റെ സാന്നിധ്യം അവരെ ധൈര്യപ്പെടുത്തി. അവൻ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, ഞാൻ തന്നെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ കാറ്റും കോളും നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആകുലതയാൽ ഞങ്ങൾ ആടി ഉലയുമ്പോൾ ഞങ്ങളുടെ ആശ്രയം അങ്ങ് മാത്രമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വന്ന് ഞങ്ങൾക്ക് സഹായകനും കാവൽക്കാരനുമായി എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. ആമീൻ.